കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ ക്ലൈമാക്സ് രംഗത്ത് ബാർബർ ബാലൻ്റെ വീട്ടിൽ സൂപ്പർ സ്റ്റാർ അശോക് രാജ് എത്തുകയും നിങ്ങൾ ഇനി നിങ്ങളുടെ നാട്ടിൽ തന്നെ ജീവിച്ചാൽ മതിയെന്നും നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വരുമെന്നും സ്വന്തം നാടിനേക്കാളും മറ്റൊന്നുമില്ല എന്നും ഇനിയുള്ള ജീവിതം അവിടെ മതിയെന്നും കൊണ്ടുപോകാൻ വരുമെന്നും പറഞ്ഞിട്ടാണ് അശോക് രാജ് അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. തുടർന്ന് മേലുകാവിൽ നിന്ന് ബാലനും കുടുംബവും സ്വന്തം നാട്ടിലേക്ക് പോയോ എന്നും പിന്നീട് എന്താണ് അവരുടെ ജീവിതം എന്നും നമുക്കൊന്ന് കാണാം. വർഷങ്ങൾക്ക് ശേഷമുള്ള മേലുകാവ് ജംഗ്ഷൻ ചെറിയ മാറ്റങ്ങളോടെ വളരെയധികം സുന്ദരമായ നാട്ടിൽ മോഡേൺ സലൂൺ നടത്തിയിരുന്ന സുഗതൻ ഇപ്പോൾ ചെറിയ മോഡേൺ സലൂണുമായി മുമ്പോട്ട് പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം ദേവസേട്ടൻ മരിച്ചു. പുള്ളിയുടെ മകനാണിപ്പോൾ ഹോട്ടൽ നോക്കി നടത്തുന്നത്. മേലുകാവ് ജംഗ്ഷനിൽ ഇന്നും ആ ഹോട്ടൽ നിലനിന്ന് പോകുന്നു. അടുത്തതായി ചെറിയ രീതിയിൽ എക്സലൻറ്റ് ട്യൂഷൻ സെൻറ്റർ നടത്തിയിരുന്ന വേണുമാഷ് ഇന്ന് മേലുകാവിലെ ഏറ്റവും വലിയ ട്യൂഷൻ സെൻറ്ററും ഒപ്പം എൻട്രൻസ് കോച്ചിങ്ങും ഒക്കെയായി മുമ്പോട്ട് പോകുന്നു. ദാസ് വടക്കേമുറി ഇപ്പോഴും പുതിയൊരു കവിത എഴുതുന്നതിൻ്റെ തിരക്കിലാണ്. വർഷങ്ങൾക്കിപ്പുറം ബാർബർ ബാലൻ എല്ലാവരോടും വിട പറഞ്ഞു. ദേവി ഇപ്പോൾ ദേവിയുടെ ഇളയ മകൻ സത്യനോടൊപ്പമാണ് താമസിക്കുന്നത്. മൂത്ത 2 പെൺമക്കളുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. സോനയുടെയും സീനയുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. അതിനെല്ലാം ശേഷമായിരുന്നു ബാലൻ മരണപ്പെട്ടത്. ബാലൻ്റെ 2ാമത്തെ മകളുടെ വിവാഹത്തിനും അശോക് രാജ് എത്തിയിരുന്നു. ബാലൻ്റെ ഏതാവശ്യത്തിനും അശോക് രാജ് മുന്നിലുണ്ട്. ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷകരമായി മുമ്പോട്ട് പോകുന്നു. എന്നാൽ ബാലൻ വിട പറഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് എല്ലാവരും. ബാലൻ്റെ കുടുംബത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും അശോക് രാജ് ഓടിയെത്തും.